വോട്ടെണ്ണൽ തലേന്ന് പറവൂരിൽ പള്ളിയുടെ കാൽനാട്ടൽ ചടങ്ങിൽ പങ്കെടുത്ത വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പക്ഷേ പ്രതികരിച്ചില്ല. എല്ലാം നാളെ പറയാമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ കേരളത്തെ നയിക്കട്ടെ എന്ന് പറവൂർ ഡോൺ ബോസ്കോ പള്ളി വികാരി പ്രിൻസ് പടമാട്ടുമേൽ ആശംസിച്ചു. ഈ വേദിയിലേക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കൂടെയുള്ള നമുക്കറിയാം, നമ്മുടെ ഈ തിരുനാളിൻ്റെ കൺവീനറായിട്ടുള്ള ടോമി കളത്തിപ്പറ, റാഫേൽ സാറ്, ബാക്കിയുള്ള എല്ലാവരെയും, നിങ്ങൾ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് അല്ലെങ്കിൽ ഈ നല്ല കർമ്മത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത ഒരു പരിപാടിയിൽ സ്വാഭാവികമായിട്ടും അവസാന നിമിഷം പ്രതിപക്ഷ നേതാവിന്റെ ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൊരു വലിയ ആത്മവിശ്വാസം പ്രകടമായിരുന്നു. എന്ത് പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തത്? ജിൽസി, തീർച്ചയായും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുള്ളത്. നമുക്കറിയാം, പലതവണ അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് 100 സീറ്റിലധികം UDF നേടും, 100 സീറ്റ് നേടിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമെന്ന് അദ്ദേഹം നേരത്തെ പലതവണ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊക്കെ പ്രതികരിക്കാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നും അതേ ഒരു നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. നാളെ പറയാം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മാത്രമല്ല, ഈ ഒരു എന്തുകൊണ്ടാണ് മൗനം എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം ചിരിയിൽ മാത്രം അദ്ദേഹം മറുപടി ഒതുക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകും. നാളെ തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും അദ്ദേഹം വോട്ടെണ്ണലൊക്കെ നേരിട്ട് കാണുകയും തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം രാവിലെ പറവൂരിലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ പറവൂരിലെ ഡോൺ ബോസ്കോ പള്ളിയിൽ അദ്ദേഹം ഇവിടെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പന്തൽക്കാൽ നാട്ടൽ ചടങ്ങായിരുന്നു. ചടങ്ങിന് അദ്ദേഹം എത്തിയതായിരുന്നു. അദ്ദേഹത്തിന് ഇതിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന് ഈ പള്ളിയിലെ വികാരി അടക്കം അദ്ദേഹത്തെ ആശംസിക്കുകയും ചെയ്തു. പറവൂർ ഡോൺ ബോസ്കോ പള്ളിയിലെ വികാരി പ്രിൻസ് പടമാട്ടുമേൽ അദ്ദേഹമാണ് ആശംസ അറിയിച്ചത്. മാത്രമല്ല, പറവൂരെ സംബന്ധിച്ച് വി.ഡി. സതീശനെ ഒരു മുഖ്യമന്ത്രിയായി ഇപ്പോൾ തന്നെ പറവൂരിലെ വോട്ടർമാർ, അല്ലെങ്കിൽ പറവൂരിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ നിലയും വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ തന്നെ ഇപ്പോൾ തന്നെ മനസ്സാ സ്വീകരിച്ചു എന്ന് വേണം പറയാൻ. ഇന്ന് ഇവിടെ കണ്ട നാട്ടുകാരും അതോടൊപ്പം തന്നെ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാ നിലയും വി.ഡി. സതീശനെ ആ രീതിക്ക് തന്നെയാണ് അദ്ദേഹം വരവേറ്റത്. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ ഈ പള്ളിയിലെ വികാരി അടക്കം നേരിട്ട് അദ്ദേഹത്തെ ആശംസ അറിയിക്കുകയും ചെയ്തു. ഇതിൽ അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. UDF തിരിച്ചു വരുമെന്ന വലിയ ആത്മവിശ്വാസം അദ്ദേഹം ഈ എല്ലാ സമയത്തും പ്രകടിപ്പിച്ചിരുന്നു. ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങി ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്യും. ശരി സിബി, എന്തായാലും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ലെങ്കിലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ വ്യക്തമാക്കിയതെന്നാണ് സിബി ജോസഫ് പറയുന്നത്.